നമസ്കാരം. പശ്ചിമേഷ്യ അതീവ ജാഗ്രതയിലാണ്. യുഎസും ഇറാനും തമ്മിലുള്ള വെല്ലുവിളികളെയും ഭീഷണികളെയും തുടർന്ന് മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികളും കണക്കിലെടുത്ത് ജാഗ്രതയിലാണ് ഇസ്രായേലും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ഇസ്രായേലിലെ യുഎസ് എംബസിയിലെ ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും രാജ്യം വിടാൻ യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ തീരുമാനം. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പുകളെ തുടർന്ന് മേഖലയിൽ യുദ്ധഭീതി നിലനിൽക്കുകയാണ്. അമേരിക്കൻ പൗരന്മാരോട് ഇസ്രായേലിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും അവിടെയുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിച്ചു. മേഖലയിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇറാനിലെ എംബസി ജീവനക്കാരെ താൽക്കാലികമായി ഒഴിപ്പിച്ചതായി ബ്രിട്ടൻ വെള്ളിയാഴ്ച അറിയിച്ചിരുന്നു. എംബസി ഇപ്പോൾ പരിമിതമായാണ് പ്രവർത്തിക്കുന്നതെന്നും അടിയന്തര ഘട്ടങ്ങളിൽ പോലും നേരിട്ടുള്ള കോൺസുലർ സഹായം ലഭ്യമാകില്ലെന്നും ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതിനാൽ ബ്രിട്ടീഷ് പൗരന്മാരെ സഹായിക്കാനുള്ള തങ്ങളുടെ ശേഷി ഇപ്പോൾ പരിമിതമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇറാനെ ആക്രമിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കങ്ങൾ. കൂടാതെ വലിയ സൈനിക വിന്യാസമാണ് അമേരിക്ക നിലവിൽ ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ സുരക്ഷാ ഭീഷണികൾ കണക്കിലെടുത്ത് അത്യാവശ്യ വിഭാഗത്തിൽപ്പെടാത്ത ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇസ്രായേൽ വിട്ടുപോകാൻ അനുമതി നൽകിയതായി യുഎസ് എംബസി വെള്ളിയാഴ്ച അറിയിച്ചു. സുരക്ഷാ അപകട സാധ്യതകൾ മുൻനിർത്തി മിഷൻ ഇസ്രായേലിലെ അത്യാവശ്യ വിഭാഗത്തിൽപ്പെടാത്ത യുഎസ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും രാജ്യം വിട്ടുപോകാൻ 2026 ഫെബ്രുവരി 27 സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അനുമതി നൽകി. വാണിജ്യ വിമാനങ്ങൾ ലഭ്യമായിരിക്കുമ്പോൾ തന്നെ ഇസ്രായേൽ വിട്ടുപോകുന്നതിനെക്കുറിച്ച് ആളുകൾ ആലോചിക്കേണ്ടതാണ് എന്നാണ് എംബസി കൂട്ടിച്ചേർത്തത്. രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർ ഇന്നു തന്നെ അത് ചെയ്യണം. യുഎസ് അംബാസഡർ മൈക്ക് ഹക്കബി എംബസി ഉദ്യോഗസ്ഥർക്കയച്ച ഇമെയിലിൽ നിർദ്ദേശിച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ഇറാന് നേരെ ആക്രമണത്തിന് ഉത്തരവിട്ട ട്രംപ് അമേരിക്കയുമായി കരാറിലേർപ്പെട്ടില്ലെങ്കിൽ വീണ്ടും സൈനിക നടപടി ഉണ്ടാകുമെന്ന് ടെഹ്റാനോട് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കരാറിലെത്തണമെങ്കിൽ അമേരിക്ക തങ്ങളുടെ അമിതമായ ആവശ്യങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഇറാൻ വെള്ളിയാഴ്ച വ്യക്തമാക്കിയിരുന്നു. യുദ്ധം ഒഴിവാക്കാനുള്ള അവസാന ശ്രമമെന്ന നിലയിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്നുവരുന്ന ചർച്ചകൾ നൽകിയ ശുഭപ്രതീക്ഷയെ ഈ പ്രസ്താവന മങ്ങലേൽപ്പിച്ചു. ഇറാന്റെ ആണവ പരിപാടിയെ ചൊല്ലിയുള്ള തർക്കങ്ങളെ തുടർന്ന് ജനീവയിൽ അമേരിക്കൻ ഇറാൻ ഉദ്യോഗസ്ഥർ തമ്മിൽ വ്യാഴാഴ്ച നടത്തിയ നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഈ പ്രതികരണം. യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കുക, ഇറാന്റെ ആണവ നിലയങ്ങൾ പൊളിച്ചു നീക്കുക തുടങ്ങി യുഎസ് ഉന്നയിച്ച പ്രധാന വിഷയങ്ങളിൽ ഇരുവിഭാഗവും ഭിന്നത തുടരുന്നതിനാൽ പുതിയ ചർച്ചകളും കരാറിലെത്താതെ അവസാനിച്ചുവെന്ന് ദ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു.